ഹലോ ഗൈസ്, ഇന്ന് ഞാനുള്ളത് നമ്മുടെ വാണിയംകുളം ചന്തയിലാട്ടോ. ഇവിടെ ആഴ്ചയിൽ വ്യാഴാഴ്ച മാത്രം തുറക്കുന്ന ഒരു കട ഉണ്ട്. ആ കട നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വാണിയംകുളം ചന്ത ഒന്ന് കാണാം. അപ്പോൾ വാണിയംകുളം എന്ന് പേര് വരാൻ തന്നെ കാരണം ഈ ഒരു ചന്തയാണോ. പണ്ട് കാലങ്ങളിൽ ഒരു കുളത്തിന് ചുറ്റുമായിട്ട് ആളുകൾ വാണിജ്യങ്ങൾ ചെയ്തുകൊണ്ട് വരുന്നപ്പോൾ അന്നിട്ട പേരാണ് ഈ വാണിയംകുളം എന്നുള്ളത് കേട്ടോ. അപ്പോൾ വാണിയംകുളം ചന്തയ്ക്ക് ഒരു ലാംഗ്വേജ് ഉണ്ട്, അതൊന്ന് കേട്ടോ. നമ്മൾ 1000-ന് വാച്ച പറയും. 1000-ന് വാച്ച പറയും. 2000-ന് എസ് പറയും. 3000-ന് കായ പറയും. 3000-ന് കായ. 4000-ന് പണയം പറയും. 4000-ന് പണയം. 5000-ന് തട്ട പറയും. നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് ഇവരുടെ ദേഹത്ത് ഇങ്ങനെ അതുപോലെ പെയിന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓരോ ലെറ്റേഴ്സായിട്ടും നമ്പേഴ്സായിട്ടും ഓരോ മാർക്കുകൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ വലിയ കാള, മൂരി അങ്ങനെയൊക്കെയാണെങ്കിൽ അവരുടെ കൊമ്പുകളിൽ ഇതുപോലെ ഓരോ കളേഴ്സ് കൊടുത്തിട്ടുണ്ടാവും. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഉടമസ്ഥർക്ക് ഇത് മനസ്സിലാൻ വേണ്ടി അവരെ കന്നുകൾ എത്ര ഉണ്ട് എന്നുള്ളതും അതിൻ്റെ അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പണ്ട് കാലങ്ങളിൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ നമുക്ക് ഇവിടുന്ന് മേടിക്കാന്നുള്ളതും അതുമാത്രമല്ല പണ്ട് ആനകളെ വരെ കച്ചവടം ചെയ്തിരുന്ന ഏക ചന്തയാണ് നമ്മുടെ വാണിയംകുളം ചന്ത എന്ന് പറയുന്നത്. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ കന്നുകാലി ചന്ത കൂടിയാണ് നമ്മുടെ വാണിയംകുളം ചന്ത എന്ന് പറയുന്നത് കേട്ടോ. നേരത്തെ വീഡിയോ തുടങ്ങുമ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നില്ലേ, വ്യാഴാഴ്ച മാത്രം കിട്ടുന്നൊരു സ്പെഷ്യൽ സാധനം ഉണ്ടെന്നുള്ളത്. അത് ഇവിടെയാണ് കേട്ടോ. നമ്മൾ കയറി ചെന്നപ്പോൾ തന്നെ നമ്മളൊരു ചായ അടിക്കുന്ന ഒരു സംഭവമാണ് കണ്ടത്. ഇവിടെ കിട്ടുന്നൊരു സംഭവമാണ് നല്ല ബീഫും നല്ല പുട്ടും കിട്ടും കേട്ടോ ഇവിടെ. അപ്പോൾ അതിനാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. നമ്മൾ ബീഫും പുട്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് തരും കേട്ടോ. അങ്ങനെ ഒരു പ്ലേറ്റിന് ഇവിടെ ചാർജ് ചെയ്യുന്ന ഒരു 100 റുപ്പീസാണ് ഒരു കുറ്റി പുട്ടും അതുപോലെ തന്നെ ഈ ഒരു ബീഫിനും വേണ്ടിയിട്ട് കേട്ടോ. നല്ല സോഫ്റ്റ് പുട്ടായിരുന്നു. നമ്മളങ്ങനെ പിടിക്കുമ്പോൾ തന്നെ എങ്ങനെ ഉണ്ടോ, നല്ല പൊടിഞ്ഞ് വരണം, നല്ല അടിപൊളി പുട്ടായിരുന്നു. അതും അതിലിങ്ങനെ ഒരു ബീഫും വെച്ച് ഇങ്ങനെ കഴിച്ചാണ്ടല്ലോ മക്കളെ ഒരു രക്ഷയില്ല, വേറെ ലെവൽ സംഭവമായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഗൈസ് ഫുഡ് അടിയും കഴിഞ്ഞിട്ട് ഒരു ചായയും കുടിച്ചിട്ട് ചന്തയുടെ വ്യൂ കണ്ടിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ വ്യാഴാഴ്ചകളിലാണ് നമുക്ക് ഈ ഒരു കന്നുകാലി ചന്ത ഇവിടെ ഉള്ളത്. അപ്പോൾ വ്യാഴാഴ്ചകളിൽ ഇതുവഴി പാസ് ചെയ്യുന്ന ആളുകൾ, അതായത് വാണിയംകുളം വഴി പാസ് ചെയ്ത് പോകുന്ന ആളുകൾ ചന്ത കാണാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു ഫുഡ് വേണ്ട ആളുകൾ ഫുഡ് കഴിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതിന് നല്ല വീഡിയോസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ബൈ ബൈ.